എന്നിട്ട് ഇതുണ്ടോ കായ്, ഇതാണ് റോഡ്. ഈ ഭാഗമല്ലേ, ഈ ഭാഗം റോട്ടിൽ കൂടെയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. നോക്കാം ഇതൊക്കെ ഉണ്ടോ, വേറെ ഉള്ള പറമ്പ് കൂടിയാണ് നമ്മളിപ്പോൾ വേറെ വഴിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്താ കവായി ഉണ്ടോ, അതിൻ്റെ അപ്പുറത്ത് കൂടെ പുഴയിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ, റോട്ടിൽ കൂടെയൊക്കെ ഇപ്പോൾ പുഴ ഒഴുകുന്നത്. അപ്പുറത്ത് പുറത്തൊക്കെ ഫുള്ളും പോയി. വീടൊക്കെ ഒക്കെ ഇത് നമ്മുടെ കൂട്ടുകാരുടെ വീടാണ്. ഇതൊക്കെ പൊക്കത്തിലുണ്ടായ വീടാണ്. എല്ലാം പോയി. ഇവിടെ കിണറുണ്ട് ഒരു ഭാഗത്തേറ്റ കിണർ ഭാഗത്തല്ല നമ്മൾ റോഡ്. ഇത് നമ്മളെ കൂട്ടുകാരത്തിൻ്റെ വീടാണ്. ഇത് നല്ല പൊക്കത്തിൽ തന്നെ ആയിരുന്നു വീടിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചളി കയറിയിരിക്കുകയാണ്. ഇതിന് താഴെ തന്നെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടൊക്കെ പോയി. അതിൻ്റെ പിന്നെ അത് തിണ്ടില്ലേ, ആ തിണ്ടിൻ്റെ അവിടെ തന്നെ ഒരു വീടുണ്ട്, ആ വീടും പോയി. ഇവിടെ ഞങ്ങൾ ചെറിയ ഗ്രൗണ്ട് ഉണ്ടായി, ഇവിടെയാണ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായി. ഇതിൽ ഈ താഴെ ഭാഗത്ത് റോഡാണ്. റോഡിൻ്റെ അവസ്ഥ ഒക്കെ ഇവിടെ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു കുണ്ടായി പോലുണ്ട്. ഇവിടെ ഫുള്ള് മരങ്ങളുണ്ടായ സ്ഥലം, ഇതൊക്കെ മട്ടം പോലെയായി. എന്താ ഈ വീടിൻ്റെ എവിടെയോ ഇവർ പാറട്ട് കണ്ടോ, ഇവർ പുതിയതായിട്ട് വീട് കെട്ട് ചെയ്തു, ആ വീടും പോയി. അതിൻ്റെ വാർപ്പ് പോലും എത്തിയിട്ടുണ്ടായില്ല, ആ വീടും പോയി. വല്ലാത്തൊരു പൊട്ടല്. പിന്നെ അതൊക്കെ ഒരു കുന്നാണ്, നോക്കുക ഫുള്ള് പോയിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ മരങ്ങളൊക്കെ പോയി ഫുള്ള് മാതിരായിരുന്നു. അതാണ് അത് ഉണ്ടക്കായ സ്കൂളാണ് ആ കാണുന്നത്. അവിടെ വൈറ്റ് ആണല്ലേ കാണിച്ചത്, ഒരു വൈറ്റ് പോലല്ലേ, അത് ഉണ്ടക്കായ സ്കൂളാണ്. അല്ല ഇവിടെയും വീടുണ്ടായതാണ്. എൻ്റെ തറ ഉണ്ടോ, ഇവിടെയൊക്കെ വീടുണ്ടായതാണ്. ഞങ്ങളെ വീട് ഇതിൻ്റെ മേലെ ഭാഗത്താണല്ലേ. എന്തോ അവസ്ഥയൊക്കെ വേറെ ഉണ്ട്. വീഡിയോ ഒക്കെ അപ്പുറത്ത് തൊട്ടാണ് മുണ്ടക്കായല്ലത്, അവിടുന്ന് പൊട്ടിയിട്ടാണ് നേരെ അടിച്ചുള്ളത്. ഇതാണ് ഇവിടെ ഒരു കുന്നിൻ്റെ മേലെയാണ് ഞങ്ങളെ വീടുള്ളത്. എന്തൊരു ഭാഗ്യത്തിലാണ് ഞങ്ങളെ വീടൊന്നും പോകാത്തത്. അതിന് തൊട്ട് താഴല്ലേ വീടൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ റോഡാണ്, റോഡിൽ കൂടെയൊക്കെ നോക്കാം ഇമാരിയല്ല പാറയൊക്കെ വന്ന അവസ്ഥ ആലോചിച്ചൊക്കെ. മേലക്കൊന്ന് പോയാക്കാം. ടൂക്കാൻ വെച്ചാ ഇവിടെയൊക്കെ ഒരു പാലുണ്ടായിരുന്നു. ഇവിടുന്ന് മുണ്ടക്കായി പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് പാലൊക്കെ ഉണ്ടായിരുന്നു, പാലൊക്കെ പോയി. ഇതിന് നേരെ താഴെ അവിടെയായിരുന്നു ആ പാലിൻ്റെ ഒരു പച്ചപ്പാലോ. ഏത് അങ്ങോട്ട് കയറിയിട്ടുണ്ടാവില്ല ഒന്നിന്. ഞങ്ങളെ വീട്ടിൽ പോകണ വഴിയൊന്നും. ഇതിൻ്റെ ഇവിടെയാണ് ഞങ്ങളെ ഏട്ടൻ്റെ ബൈക്കൊക്കെ നിർത്തിണ്ടായത്. ബൈക്കൊക്കെ പോയി. ഇവിടെ താഴെ തന്നെ കുറേ വീടുകളുണ്ട്. ഇവിടെ ഫുള്ളും മേലോട്ട് താഴെ വരെ ഫുള്ളും നിരന്ന് വീടുകളാണ്. ഞങ്ങളെ വീട്ടിൽ പോണ വഴിയാണ് അത്. അവിടുത്തെ വീട് നോക്കാം, ഫുള്ളും പൊട്ടി. അതാണ് ഞങ്ങളെ വീട്ടിൽ പോണ വഴി. ഇവിടെ ഒരു വീടുണ്ടായി, ആ വീടും പോയി. പിന്നെ ഈ വീട് കണ്ടോ, ഈ വീട്ടിലത്തെ ആളും അപ്പുറത്ത് വീട്ടിലത്തെ ഏട്ടൻ ചേച്ചിയും അവരാണ് ഫസ്റ്റ് പൊട്ടിയപ്പോൾ തന്നെ
ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് ഞങ്ങളുടെ വീട് കുറച്ച് ഹൈറ്റായത് കൊണ്ട് അങ്ങോട്ടാണ് കഴിഞ്ഞ വർഷത്തെ പൊട്ടിയപ്പോൾ അങ്ങോട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പൊട്ടിയപ്പോഴും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ ഫുള്ള് മുറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയാക്കി കൊണ്ടുപോയായിരുന്നേ. പിന്നെ രണ്ടാമത് പൊട്ടിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അവരിന് കുറേ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് എല്ലാവരും ഞങ്ങൾ എന്നിട്ട് ഈ കൂടെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാത്രി അപ്പുറത്തെ സൈഡ് ഒരു കാടുണ്ട്. ആ കാട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ക്യാമ്പിക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ മേപ്പാടി ക്യാമ്പിക്ക് പോണത്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഫുള്ള് വയ്യാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരെ വിംസ് ഹോസ്പിറ്റലിലേക്ക് അയച്ച് ആംബുലൻസിലൊക്കെ അയച്ച് പിന്നെ അവർക്കിപ്പോൾ കുഴപ്പമില്ല. ഹെൽമെറ്റാ ഇവിടെ ഒരു ബൈക്കുണ്ട്. ഇവിടുന്ന് അവിടെ നേരെ പൊട്ടണത് നേരെ മുണ്ടക്കാന്ന് പൊട്ടിട്ട് നേരെ അവിടെ നിന്ന് വളർന്നിട്ട് നേരെ വന്ന് ഈക്കിടിച്ചിക്കാണ്. ഇവിടെ നിന്നാണ് നേരെ ചെരിഞ്ഞ് പോയിട്ട് താഴോട്ട് ഒഴുകിയില്ലത് ചൂരമല ആ ഭാഗത്തോട്ട്. ഇവിടെ തന്നെ ഈ വീടിൻ്റെ അവിടെ തന്നെ ഒരു ബൈക്കുണ്ട്. ഇവിടുത്തെ ഈ ബൈക്കൊക്കെ ആ വലിയ പാറല്ലേ ആ പാറേൻ്റെ അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായ ബൈക്കാണ്. നോക്കാം ആ ബൈക്കുകാരെ ഇവിടെ എത്തി. ഇത് മേലത്തെ കാക്കാൻ്റെ ബൈക്കാണ്. അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ള് ചളിയായിരുന്നു. അതൊക്കെ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ എന്നെന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് ചളി. ഒരു സോമേട്ടൻ്റെ ഏത് സോമേട്ടൻ്റെ അന്ന് കൊണ്ടുവന്നേടാ. ഇതാണ് ഞങ്ങൾ വീട്ടിൽ പോണ വഴി തന്നെ. ഇത് രണ്ടാമത്തോട്ടല്ലേ ഇവിടെ എത്തിയ? ആ ഇതൊക്കെ ചളീൻ്റെയൊക്കെ ഇതൊക്കെ ഉമ്മാരുടെ വീട്ടിലാണ് ചളിയൊക്കെ ചേർത്തുള്ളത്. എന്താ അടുക്കള വശമൊക്കെ നോക്കാം. അതിപ്പോഴും ടച്ചിട്ടാടെ പണിയെടുത്തോണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ താഴെ വീടാണ്. ഇതാണ് ഇവിടെ നിന്നിട്ട് നമ്മൾ വീട് എത്തിയത്. അതുകൊണ്ട് അവരുടെ മേലെ ബാത്റൂമിൽ നിന്ന് നോക്കാം എങ്ങനെ കാണുന്നത്. കർശനല്ല കയറണ്ട അതൊന്നും ഉറപ്പുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ വലിയ പൊട്ടാണ്. ഞങ്ങൾ വീട്ടിൽ ടെറസിൻ്റെ മേലെ കയറി. ടെറസിൻ്റെ മേലെ തന്നെ നോക്കാം എങ്ങനെ കാണുന്ന നോക്കാം. എനിക്ക് മുണ്ടക്കായൊക്കെ എങ്ങനെ കാണും അറിയോ? മുണ്ടക്കായ പള്ളീൻ്റെ അവിടെ വരെയൊക്കെ ഇപ്പോൾ കാണും. വല്ലാത്തൊരു പൊട്ടലാണ്. ഫസ്റ്റത്തെ പൊട്ടലൊന്നും വലിയ അധികം സീനൊന്നും ആയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ പൊട്ടലാണ് അധികം പ്രശ്നങ്ങളൊക്കെ ആയത്. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആനയും വന്നിക്കണ്. ആന എന്നിട്ട് ഫുള്ള് തെങ്ങൊക്കെ പൊട്ടിച്ചിട്ട് പട്ടിയുള്ള കൂടൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കൂടത് അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ കുറേ കള്ളന്മാരൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് ഈ ഉരുളുപൊട്ടിയ സമയത്ത് കള്ളന്മാർക്ക് എന്താ ഇത്രയും വിവരമില്ലേ? അപ്പോഴും കട്ടെടുക്കാൻ വരുന്നു. അങ്ങനത്തെ ഒരാൾക്കാരാണ്. കുറേ ആൾക്കാർ കട്ടെടുക്കാൻ കുറേ വീട്ടിൽ നിന്ന് കട്ട എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നാൽ തന്നെ പറഞ്ഞ ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറരുതെന്ന് പറഞ്ഞത് വീഡിയോ എടുക്കാൻ. ചിലപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്തുനിന്ന് അവർ പറയുക. ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ താഴ്ഭാഗത്താണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയിപ്പോൾ നമ്മളങ്ങനെ വീട്ടിലൊക്കെ പോയി വീഡിയോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ചെയ്യാണ്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അത് നമ്മൾ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചെയ്യാണ്.